അയ്യോ ഞാനത് ചത്ത പോലെ പറഞ്ഞില്ലേ. പക്ഷെ ഞാൻ ഇങ്ങനെ കുറെ ചൊറയിലായോണ്ട് ഒന്നും തലയിൽ നിൽക്കുന്നു. ഞാനും കാക്കാനാണ് ബ്രോക്കർ രാമേശ്വരം ഇന്നൊരൊറ്റ ദിവസമേ ഉള്ളൂ. നാട്ടിൽ വേറെ ആർക്കില്ല തിരക്കാൻ മൂപ്പർ. എന്താ ചെയ്യാ? ഒരു കാര്യം നിങ്ങൾ നിശ്ചയിച്ചു കല്യാണം നമുക്ക് ഗംഭീരാക്കാം. പിന്നെ തലേ ദിവസത്തെ ഗാനം വേണമെന്ന കാര്യം അത് മറക്കണ്ട. ഞാനെന്താ ചെയ്യാ? അല്ലാന്ന് രാവിലെ തന്നെ ഒരു റൗണ്ടങ്ങ് പോയാലേ നമുക്ക് ഞാൻ ഇല്ലാന്ന്. ഞാന് ഇന്ന് എന്റെ 50ാമത്തെ പെണ്ണുകാണാൻ പോവാ. എന്റെ ജയശ്രീച്ചെ ഇതെങ്ങാനും നടന്നാല് ഈ കൊല്ലത്ത് ഉത്സവം എന്താ പറയാ? അതുകൊണ്ടല്ല സുധാരേട്ടാ ഈ കൊല്ലം നടന്നില്ല. പിന്നെ ജന്മ നടക്കൂല. പണിക്കര് അങ്ങനെ എത്ര കുട്ടികളാ ഒളിച്ചോടുന്നത്? അല്ലടാ രമേശ, നിന്റെ കൂടെ ഒളിച്ചോടാൻ ആരെയും കിട്ടിയില്ലടാ. ശവത്ത് കുത്തിട്ടോ ഇത് കേക്കണ ബസ്സിൽ സ്ഥിരമായിട്ട് കയറുന്ന ഒരു പെണ്ണായിട്ട് ഞാൻ ഉള്ള ടിക്കറ്റിന്റെ പൈസ കൂടെ ഞാൻ വാങ്ങില്ല. ഒരു ദിവസം ബസ് നിനക്കൊരു കുട കിട്ടി. നല്ല പുത്തൻ പുതിയ കുട ഞാൻ എടുത്തോക്കാൻ കൊടുത്ത്. വേറൊരു ദിവസം പൊലച്ചക്ക് ഇവിടെ എന്നെ വിളിക്കുന്നു. നന്ന പൊലച്ചക്ക്. ഞാൻ വിചാരിച്ച പൊലച്ചക്കൊക്കെ എന്തിനാ വിളിച്ചേ? ഓളോടെ PSC പരീക്ഷയ്ക്ക് ചെല്ലാൻ ഏടാ ഏതോ ഒരു ഗുദാമില്. ഗുദാരട്ടാ ഓള് വിളിച്ചാ പോകാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ പോയി പരീക്ഷ എഴുതിക്കുന്നൊക്കെ അവള് പറയുന്നത്. അത് കഴിഞ്ഞ് കുഴിമന്തി ഐസ്ക്രീം ശരിക്ക് എന്തെല്ലാം അവള് കുത്തിക്കെറ്റിയെന്ന് പടച്ചോലറിയാം. അന്ന് 2000 രൂപ വിലക്ക് നഷ്ടം. എനിക്കെന്താ എല്ലാം കുത്തിക്കേറ്റി മുട്ടിലെ പൊടിയും തട്ടിട്ട് ഓൾ എന്നെ വെച്ചങ്ങ് പോയി. സുയിപ്പാതെ എല്ലാം പോട്ടേന്നൊക്കെ ആശ്രയിച്ചേ. കഴിഞ്ഞ ദിവസം ഓളൊരു ഫ്രീക്കനും കൂടി എന്റെ ബസ്സിനെ ഓവർടേക്ക് ചെയ്തിട്ട് പോക്കാം. പോന്ന പോക്കില് ഓള് തിരിഞ്ഞൊരു നോട്ട എന്റെ കരള് വാടിപ്പോയത്. എടാ രമേശ, ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു യോഗാണ്. വല്ലാത്ത യോഗം തന്നെപ്പാ. ഞാനൊരു ബസ്സിനാള് പോകുന്നുണ്ട്. അച്ഛനും വരുന്നുണ്ട് ഇവിടെ. കുഞ്ഞാണെന്തൊരു ബസ്സിലാണ്. ഞാൻ എവിടെയാ പോന്നേ? മാഹിയിലല്ലേ? കേന്ദ്രഭരണ പ്രദേശം. അവിടെ പോകാന് ഞങ്ങൾ ആണിന്റെയൊക്കെ ഒരു പ്രത്യേക താല്പര്യം കാണും. അല്ല രമേശ, ഈ മാഹിന്നൊക്കെ പെണ്ണാണെന്ന് പറഞ്ഞാല് ഓരെല്ലാം ഭാഷ എന്തിനാടാ? അയ്യേ കഷ്ടം. ഇന്ന് കാണാൻ വന്ന കുട്ടിക്ക് ഇങ്ങനെ പിടിച്ചാ മതിയൊരു പുറത്തോലെ. അച്ഛനാ മൂപ്പ രാവിലെ തന്നെ വെച്ച് കുളിച്ച് റെഡിയായി നിൽക്കുന്നുണ്ട്. എന്നാ പിന്നെ ഞാൻ നിന്ന് ലേറ്റ് ആക്കുന്നില്ല. ഞാൻ പോവാണ്. സുധാരക്ക ജയശ്രീച്ച് രണ്ടാൾ അനുഗ്രഹവും പ്രാർത്ഥനയുമാണ്. നല്ലൊരു ചെക്കനായിട്ട് എത്ര കാലായി പെണ്ണ് നോക്കുന്നു. കഷ്ടം. അല്ലടി ഞാൻ പുറപ്പെടാം. അച്ഛൻ റെഡിയായോ? ഇവിടുത്തെ അച്ഛന്റെ കാര്യം എന്ന് പറയാനാ. രാവിലെ 6 മണിക്ക് എണീറ്റ് മേക്കപ്പിന് കയറിയതാ. അച്ഛന്റെ ഒരുക്കം കണ്ടാ തോന്നുന്നു അച്ഛന്റെ നിശ്ചയം. 75 വയസ്സായ നമ്മളെ അച്ഛൻ ഓർമ്മയില്ലേ? എടാ അച്ഛന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടെ? പിന്നെ ഏപ്രിലോ മെയിലോ കല്യാണം നടത്തേണ്ടി വരും. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? റോക്കറ്റ് പോലല്ലേ ഓരോ ദിവസവും പോന്നെ. സുധേട്ടാ എന്താടി സുധേട്ടാ ചെയിനൊന്ന് മാറ്റി വാങ്ങാലോ സുധേട്ടാ. ഈ ഫാഷൻ എല്ലാം ഔട്ടായി സുധേട്ടാ. അത് ശരി, എനിക്ക് ചെയിന് മാറ്റി വാങ്ങാത്ത പ്രശ്നം. 10-15 പാവം കൊടുക്കാൻ എന്താ ചെയ്യാൻ ഇരിക്കാൻ ഞാൻ? എന്റെ 10 സെന്റ് സ്ഥലം വെച്ചിട്ടാ നിങ്ങൾ ഈ കളിക്കുന്ന കളിയൊക്കെ. ആകെ കൂടി കിട്ടി നൂലോ 2 പവന. ഇന്റെ ഷെയർ കിട്ടിയ 10 സെന്റ് കിട്ടിയിട്ട് ഞാൻ വെറുതെ ഉണ്ടാക്കിയില്ല. ഈ വീടിന്റെ പണി തീർത്തില്ലേ? മോളെ പഠിപ്പിക്കാൻ അയച്ചു. ബാക്കിയുള്ളതോടെ 5 പവൻ ഞാൻ വാങ്ങിക്കുകയും ചെയ്തു. അല്ലല്ലോ എന്റെ 10 സെന്റിന്റെ കാര്യം പറയുമല്ലോ. നിങ്ങൾ കണക്ക് പറയാൻ തുടങ്ങി.
പഴയ വീട് പുതുക്കി പണിതാവുന്ന ഞാൻ പറഞ്ഞാൽ അപ്പൊ എന്താ പറഞ്ഞേ ചുറ്റുമുള്ളവർക്കെല്ലാം വലിയ ടെറസിറ്റ വീടാണ്, എല്ലാ റൂമിലും കക്കൂസ് വേണം. അതുകൊണ്ടല്ലേ ലോൺ എടുത്ത് സ്ഥലം വാങ്ങി വേറെ വീട് വെച്ചേ. ഇതുവരെ തവണ തെറ്റാതെ ഞാൻ അടക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞെന്താ തെറ്റ്? നമ്മളെ വീട് ചെറുതായി പോയെങ്കിലേ നമ്മളെ നാട്ടുകാരെ മുന്നിൽ കുറവായി പോവരുത്. എന്റെ വീട് നമുക്ക് എന്താണ് വലിയ വീട്? വീട് വലുതാവുന്നതിലല്ല പ്രശ്നം, മനസ്സ് വലുതാവണം, മനസമാധാനം വേണം. ഞാനാണോ നിങ്ങൾക്ക് മനസ്സമാധാനം തരുന്നത്? ഞാനിവിടെ കുടുംബശ്രീ എത്ര പൈസ ലോൺ എടുത്തിട്ട് തന്നെ? ഞാനിവിടെ ആടിനെ പോറ്റുന്നേ, കോയിനെ പോറ്റുന്നേ, കൂട്ടത്തില് ഞാൻ അച്ഛനെ പോറ്റുന്നുണ്ട്. അതിനാ പാട്. ഒരു കുടുംബ അമ്മ അങ്ങനെയൊക്കെ തന്നെയാ. ഇന്നോട് സംസാരിച്ചിരുന്നാ ശരിയാവില്ല. ഞാൻ പോയി റെഡി ആവട്ടെ. അതാ നല്ല